അന്തരിച്ച മഹാപ്രതിഭ തിലകന്റെ പലവിധ വേഷപ്പകർച്ചകൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. എന്നാൽ പലരും കാണാത്ത ഒരു അപൂർവ ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കാശ്മീർ യാത്രക്കിടെ എടുത്ത ചിത്രം തിലകൻ ആർമിയിൽ ജോലി ചെയ്യുമ്പോഴുള്ളത് ആയിരുന്നു. 1979 തിലകൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. താരത്തിന്റെ പട്ടാള ജീവിതത്തെക്കുറിച്ച് അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ആർമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കവേ തിലകന്റെ കാൽ തളർന്നുപോയ സംഭവത്തെക്കുറിച്ചാണ് ജോൺ പോൾ സംസാരിച്ചത്. സ്വയം പര്യാപ്തത തേടി നടത്തിയ യാത്രയുടെ ഒരു പാത എന്ന നിലയിലാണ് തിലകൻ പട്ടാളത്തിൽ ചേർന്നത് എന്നാണ് ജോൺ പറയുന്നത്. എന്നാൽ ആർമി ജീവിതത്തിനിടയിൽ അതിശൈത്യമോ ഏതോ രോഗബാധ മൂലമോ അദ്ദേഹത്തിന്റെ കാലുകൾക്ക് സാരമായ ക്ഷതം സംഭവിച്ചു. അന്ന് മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർമാർ ആ കാല് മുറിച്ചു മാറ്റണം എന്ന നിഗമനത്തിൽ എത്തി. മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർമാർ അത്തരമൊരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുന്നതിന് ഈ രോഗബാധിതനായ വ്യക്തിയുടെയോ ആ കുടുംബത്തിന്റെയോ അനുമതി ചോദിക്കേണ്ടതില്ല. അങ്ങനെ പാതി തളർന്ന കാലുമായി രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ പട്ടാള ക്യാമ്പ് സന്ദർശിക്കാൻ എത്തി. പ്രധാനമന്ത്രിയോട് ആരും ഒരു വാക്കുപോലും സംസാരിക്കരുതെന്ന കർശനമായ നിർദ്ദേശം ഓരോ പട്ടാളക്കാർക്കും നൽകിയിരുന്നു. എന്നാൽ നെഹ്റു തിലകന്റെ കട്ടിലിനരികെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, എനിക്ക് അങ്ങയുടെ ഒരു വാക്ക് സംസാരിക്കണം എന്ന് തിലകൻ പറഞ്ഞു. എന്റെ കാലുകൾ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പട്ടാളക്കാരന്റെയും അവയവങ്ങൾ അയാളുടെയോ അയാളുടെ കുടുംബത്തിന്റെയോ അനുവാദമില്ലാതെ ചെയ്യരുത് എന്ന വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. അത് അങ്ങ് സ്വീകരിക്കുകയും ഈ ശസ്ത്രക്രിയയിൽ നിന്ന് എന്നെ ഒഴിവാക്കുകയും വേണം. അതുമൂലമുണ്ടാകുന്ന ഏത് അപകടത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്ന് ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞു. അന്ന് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് രോഗിയുടെയോ രോഗിയുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാഞ്ഞിരിക്കണം എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയ കാലുകളുമായാണ് സൈനിക സേവനം അവസാനിപ്പിച്ച് തിലകൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പിന്നീടാണ് തിലകൻ സിനിമയിലെത്തിയത് എന്നായിരുന്നു ജോൺ പോൾ പറഞ്ഞത്. തിലകനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സിനിമയിലെയും തിലകന്റെ ഈ ഒരു തീരുമാനങ്ങളെ ശരിക്കും ബഹുമാനിക്കുന്ന പല സംവിധായകരും നടന്മാരും ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു മോഹൻലാലും സംവിധായകൻ സിബി മലയിലും ഒക്കെ. കാരണം ഇവരുടെ സിനിമയിൽ തിലകന്റെ ഏറ്റവും മികച്ച പ്രകടനം കാണാം. തിലകനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നതും കിരീടത്തിലെ സേതുമാധവന്റെ അച്ഛനെ തന്നെയാണ്. ലോഹിദാസിന്റെ രചനയിൽ സിബി മലയിന്റെ സംവിധാനത്തിൽ പിറവിയെടുക്കുകയും മോഹൻലാൽ, തിലകൻ എന്നീ പ്രതിഭകളുടെ എക്കാലത്തെ മികച്ച സിനിമകളിൽ എന്ന് കരുതപ്പെടുകയും ചെയ്യുന്ന കാലത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോകാത്ത കൾട്ട് ക്ലാസിക് സിനിമയാണ് കിരീടം. ചിത്രം മോഹൻലാലിന് ദേശീയ അവാർഡും സ്പെഷ്യൽ ജൂറി അവാർഡും നേടിക്കൊടുത്തിരുന്നു. ഈ ചിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് തന്നെയാണ്. ക്ലൈമാക്സിലെ രംഗങ്ങളിലെ ഭാവാഭിനയങ്ങളൊന്നും നേരത്തെ തീരുമാനിച്ചിരുന്നതല്ലെന്നും ആ കഥാപാത്രം തന്നെ തേടിയെത്തിയപ്പോൾ താൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണെന്നും പലപ്പോഴും കിരീടത്തിലെ പ്രകടനത്തെക്കുറിച്ച് മോഹൻലാലിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്. കഥ എഴുതുമ്പോഴേ അച്യുതൻ നായർ എന്ന കഥാപാത്രമാകാൻ തിലകനെയായിരുന്നു ലോഹിദാസ് മനസ്സിൽ കണ്ടിരുന്നത്. അദ്ദേഹമല്ലാതെ മറ്റാരും ആ കഥാപാത്രത്തിന് യോജിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ തിരക്കിട്ട സിനിമാ ജീവിതത്തിനിടയിലായിരുന്നു തിലകൻ ഈ കഥാപാത്രവും ചെയ്യുന്നത്. സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും അദ്ദേഹം സമയം ക്രമപ്പെടുത്തി വന്ന് അച്യുതൻ നായരായി ജീവിക്കുകയായിരുന്നുവെന്നും സിബി മലയിൽ പറയുന്നുണ്ട്. നായകന്മാരെക്കാൾ തിരക്കിലായിരുന്നു തിലകൻ ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരുന്നത് ആ കാലത്ത്. അതിൽ തന്നെ ഒരു രംഗത്തെക്കുറിച്ച് സിബി മലയിൽ എടുത്തു പറഞ്ഞത് തിലകൻ എന്ന നടന്റെ ബ്രില്യൻസിനെ കുറിച്ചായിരുന്നു. സേതുമാധവനെ പോലീസ് സ്റ്റേഷനിൽ അച്യുതൻ നായർ തല്ലുന്ന രംഗത്തിന് ശേഷം നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് സിബി മലയിൽ വിശദീകരിച്ചു. മകന്റെ അവസ്ഥയിൽ മനംനൊന്ത് തകർന്ന അച്യുതൻ നായർ പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം മകൻ സേതുമാധവനെ വല്ലാതെ തല്ലുന്ന രംഗമുണ്ട്. തല്ലിയ ശേഷം മോഹൻലാലിന്റെ സേതുമാധവൻ എന്ന കഥാപാത്രം തളർന്നു വീഴുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളത്. മോഹൻലാലിന്റെ കഥാപാത്രത്തെ തല്ലുന്ന രംഗം ആദ്യ ഷോട്ടിൽ തന്നെ തിലകൻ ചേട്ടൻ മനോഹരമായി ചെയ്ത് ഓക്കെ ആക്കി തന്നു. പക്ഷേ തളർന്നുപോയ തിലകൻ ചേട്ടൻ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദൂരെ മാറിയിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ക്യാമറാമാൻ ചെറിയൊരു കറക്ഷൻ ഉണ്ടെന്ന് അറിയിച്ചത്. സീൻ വീണ്ടും ഷൂട്ട് ചെയ്താൽ നന്നാകുമെന്ന് ക്യാമറാമാൻ അറിയിച്ചു. തളർന്നിരുന്ന തിലകൻ ചേട്ടനോട് റീടേക്ക് ആവശ്യപ്പെടാൻ എല്ലാവരും ഭയന്നു. അവസാനം എങ്ങനെയൊക്കെയോ അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ രൂക്ഷമായി നോക്കിക്കൊണ്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹൃദ്രോഗിയാണെന്ന ഓർമ്മ വേണം. അത് കേട്ട മോഹൻലാൽ എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാമെന്നും തിലകൻ ചേട്ടൻ ഓക്കെ ആയിട്ട് എടുത്താൽ മതിയെന്നും അറിയിച്ചു. 10 മിനിറ്റ് വിശ്രമിച്ച ശേഷം തിലകൻ ചേട്ടൻ വന്ന് ആദ്യത്തേതിലും മനോഹരമായി ആ രംഗം ചെയ്തു തന്നു. സിബി മലയിൽ പറഞ്ഞു, താനുള്ള ഒരു സീൻ പോലും മോശമാകരുത് എന്ന് നിർബന്ധമുള്ള കലാകാരനാണ് തിലകനെന്നും സിബി മലയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്.